നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ വന്ദനം. ഈ ആയുസ്സിൽ ഒരിക്കൽ കൂടെ യേശു കർത്താവിന്റെ വചനവുമായി പരസ്യമായി നിൽക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും പ്രാഗൽഭ്യവും തന്ന സർവകൃപാലുവായ കർത്താവിന് ഞാൻ സകല മഹത്വവും അർപ്പിക്കുന്നു. ഈ കൺവെൻഷന്റെ ചുമതല വഹിക്കുന്ന ദൈവ മക്കൾക്കും ദൈവദാസന്മാർക്കും എനിക്കുള്ള നന്ദി ഞാനിവിടെ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ചെറുവക്കൽ കൺവെൻഷന് കഴിഞ്ഞ വർഷം വരുവാൻ സാധിച്ചില്ല. ആ വാർത്ത ദുഃഖത്തോടെ ഞാനിവിടെ വിളിച്ചറിയിച്ചു. അതുപോലെ തന്നെ മറ്റ് ഒരു സ്ഥലത്തേക്ക് അറിയിച്ചപ്പോൾ അവര് വല്ലാതെ ദേഷ്യപ്പെടുകയും വല്ലാതെ പരുക്കൻ സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തു. ഇവിടെ ഇത്രയും വലിയ കൺവെൻഷനിൽ എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ദൈവദാസൻ പറഞ്ഞു, നിശ്ചയമായിട്ടും റെസ്റ്റ് എടുത്താട്ടെ, ഇവിടെ ദൈവം മറ്റൊരു വഴി തരും എന്ന് പറഞ്ഞു. ദൈവദാസന്മാരെ ശുശ്രൂഷയെ മാത്രം സ്നേഹിക്കുന്നവരുണ്ട്, ദൈവദാസന്മാരെ സ്നേഹിക്കുന്നവരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി. ഞാനിവിടെ പല പ്രാവശ്യം പ്രസംഗിക്കാൻ വന്നെങ്കിലും ഈ ദൈവദാസനും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ ഞാൻ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ പ്രാവശ്യമാണ് ആദ്യമായിട്ട് പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ശേവാരാജ്ഞി ശലോമോന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞതുപോലെ ഞാൻ അസാധാരണമായ പല കാര്യങ്ങളും അവിടെ കണ്ടു. വളരെ വർഷം പഴക്കം ചെന്ന, വളരെ വർഷങ്ങളായി അമേരിക്കയിൽ താമസിക്കുന്ന റവറൻഡ് ജോൺസൺ ഡാനിയലിൻ്റെ വീട് ഞാൻ പോയ വീടുകളിൽ വെച്ച് ഏറ്റവും ചെറുതായിരുന്നു. അവരുപയോഗിക്കുന്ന കാറും ഏറ്റവും പഴയതും ചെറുതുമായിരുന്നു. അവരുടെ ആ ചെറിയ മുറിയിൽ ഞങ്ങൾ ഒരുമിച്ച് 1-2 ആഴ്ച താമസിച്ചു. എന്തുകൊണ്ടാണ് ചെറുതായെന്ന് എനിക്ക് മനസ്സിലായി. ഇതെല്ലാം വലുതാകാൻ വേണ്ടിയാണ് അവിടെ അത് ചെറുതാക്കിയത്. സത്യസന്ധമായ ഒരു കാര്യം എനിക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. ചുരുങ്ങിയ ചെലവിൽ ജീവിച്ചുകൊണ്ട് അവരുടെ സമ്പാദ്യം ദൈവവേലയ്ക്ക് ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിന് ദൈവം ആയുസ്സും ആരോഗ്യവും അഭിവൃദ്ധിയും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇന്ന് സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ വേദിയിൽ കർത്തൃ ശുശ്രൂഷകന്മാരുടെ ഒരു നീണ്ട നിരയുണ്ട്. വളരെ സീനിയേഴ്സ് ആയിട്ടുള്ളവരും ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ് ആയിട്ടുള്ളവരും വേദാധ്യാപകന്മാരും വളരെ ഉയർന്ന നിലയിൽ കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവരൊക്കെ ഈ വേദിയിലുണ്ട്. എല്ലാവർക്കുമായി ഞാൻ പ്രത്യേകം വന്ദനം പറയുന്നു. നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ സഹകരണത്തോടെ ഈ വചന ശുശ്രൂഷയ്ക്ക് അവസരം ലഭിച്ചത് ഒരു പദവിയായി ഞാൻ കരുതുന്നു. സംസദ് നേതൃത്വം കൊടുക്കുന്ന മനോഹരമായ കൊയർ, അവർക്കായിട്ട് സ്തോത്രം. മറ്റ് എൻ്റെ സഹോദരങ്ങൾ പലരുണ്ട്. എല്ലാവർക്കായിട്ട് ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സമയം നമുക്കതിനു വേണ്ടി ഉപയോഗിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:11. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് വചനത്തിനായി ഒരു നിമിഷം കർത്താവിനോട് പറഞ്ഞാട്ടെ. ഇവിടെ ദൈവദാസന്മാരൊക്കെ പ്രാർത്ഥിച്ചതാണ്. എങ്കിൽ പോലും നമുക്ക് വചനത്തെ ദൈവം അനുഗ്രഹിച്ചു തരുവാൻ പറയാം. കർത്താവിനോട് സംസാരിച്ചത് പച്ചമേച്ചിലിൽ ഞങ്ങൾ മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടണമേ. അന്ധകാരമാമി ഹൃദയായിൽ ബന്ധുവായിരുന്നു വഴികാ
കൂടായിരുന്ന് നിങ്ങളെ വഴി നടത്തുന്ന എൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. വേദവാക്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരമാണ്. പച്ചയായ പുൽപ്പറങ്ങളിൽ ഞങ്ങളെ ഇന്ന് രാത്രി കിടത്തുന്നതിനായി നന്ദി പറയുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ നടന്നെടുക്കുന്ന രാത്രിയായിട്ട് തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആ പച്ചപ്പുല്ലിൻ്റെ ആ സമൃദ്ധിയുടെ അനുഭവം രാത്രി ഞങ്ങൾക്ക് ധാരാളമായി നൽകിത്തരണമേ. അതോടൊപ്പം സ്വസ്ഥമായ ജീവജലത്തിൻ്റെ അനുഭവവും രാത്രി ഞങ്ങൾക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ വചനം ഒരിക്കൽ കൂടെ വായിക്കാം. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ ഇത് സംസാരിച്ചിരിക്കുന്നു. ഏത്? 3 ഉത്തരം പറയാം. 1 ഈ അധ്യായം, 2 ഈ പുസ്തകം, 3 ഈ ബൈബിൾ. ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഏത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അല്ല, യോഹന്നാന്റെ സുവിശേഷം അല്ല, ഓൾ ബൈബിൾ. അപ്പൊ ബൈബിൾ എന്തിനാണ്? ഉത്തരം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ. സ്തോത്രം ചെയ്യാമോ? നിങ്ങൾക്കിത് മനസ്സിലാക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം. എന്തിന് ബൈബിൾ എഴുതി? എന്തിന് വചനം തന്നു? എന്തിന് തിരുവെഴുത്ത് നമുക്ക് ലഭിച്ചു? ഉത്തരം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ. ഓക്കെ, അടുത്ത നമ്മൾ വചനത്തിലോട്ട് കയറുകയാണ്. വളരെ പ്രാർത്ഥനയോടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വചനത്തെ എഴുതണം. മാനുഷികമായ തത്വശാസ്ത്രങ്ങളല്ല, ഇത് ദൈവത്തിന്റെ വെളിപ്പാടാണ്. അത് പ്രാർത്ഥനയോടുകൂടെ സ്വീകരിക്കുക. ഇവിടെ സന്തോഷത്തെ കുറിച്ച് 2 പ്രസ്താവന കാണാം. 1, എന്റെ സന്തോഷം സമം യേശുവിന്റെ സന്തോഷം. 2, നിങ്ങളുടെ സന്തോഷം സമം മനുഷ്യന്റെ സന്തോഷം. അപ്പോൾ 2 പ്രധാന വിഷയമാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ പോകുന്നത്. 1, യേശുവിന്റെ സന്തോഷം. 2, നമ്മുടെ സന്തോഷം. ഇനി ആ വാക്യം ഞാൻ ഒന്നുകൂടെ പറയാം. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നമുക്കൊന്ന് ഒരുമിച്ചാന്ന് പറയാം. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് രാത്രി സന്തോഷത്തെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നതാണ്. അപ്പൊ സന്തോഷത്തോടെ നമുക്ക് ദിവസത്തിൽ ഇരിക്കാൻ സാധിക്കട്ടെ. സന്തോഷത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ ദൈവം സന്തോഷിക്കുന്നവനുമാണ്, സന്തോഷം ഇഷ്ടവുമാണ്. ചിലർ സന്തോഷിക്കത്തുമില്ല, വേറൊരാൾ സന്തോഷിക്കുന്ന ഇഷ്ടവുമല്ല. അതെ, ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവിന് സന്തോഷം ഇഷ്ടമാണ്. അവൻ സന്തോഷിക്കണം. ഞാൻ ഒന്ന് ലളിതമാക്കാം. ഞാൻ ഒരു മതത്തെയോ മറ്റാരെയോ കുറ്റം പറയത്തില്ല. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ ഗുണം ഞാൻ പറയും. കർത്താവ് പ്രതികരിക്കുന്നവനാണ്. ഒരു കൊച്ച് നമ്മളെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒന്ന് ചിരിച്ചു നോക്കി, ആ കൊച്ചു ചിരിക്കും. ചിലർക്ക് അതിനുപോലുള്ള മനസ്സില്ല. മൃഗങ്ങൾക്കില്ലാത്ത പല ഗുണം മനുഷ്യനുള്ളതിൽ ഒന്നാ ചിരിക്കാൻ കഴിയുമെന്നോ. അപ്പൊ അതില്ലാത്തവരാരാന്ന് ചിന്തിച്ചോളാം. അപ്പോ ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. മനസ്സിലാക്കുന്നതിന്റെ ഒരു ഭാഗ്യമാണ്. അപ്പൊ നമ്മുടെ കർത്താവ് സന്തോഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവൻ പ്രതികരിക്കുന്നവനാണ്. സന്തോഷിക്കുന്നവനെ മാത്രമേ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. സന്തോഷം ആസ്വദിക്കുന്നവരോട് മാത്രമേ സന്തോഷത്തിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. അതെ, നമ്മുടെ കർത്താവ് പ്രതികരിക്കുന്നവനാണ്. അവൻ സന്തോഷിക്കുക മാത്രമല്ല, അവൻ ദുഃഖിക്കുകയും ചെയ്യും. അവൻ കോപിക്കും, അവൻ സഹതപിക്കും. ഇങ്ങനെയൊക്കെ വേറെ പുസ്തകത്തിലുണ്ട്. നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്നവനാണ്. അപ്പൊ അതിന്റെ അർത്ഥം അവന് അനങ്ങാപ്പാറ നയമല്ല.
എന്തോ വിളിച്ചാലും എന്തോരം ഉറക്ക സ്തുതിച്ചാലും എന്ത് ചെയ്താലും ആ അനങ്ങാപ്പാറയല്ല നമ്മുടെ കർത്താവ്. അങ്ങനെയാണെങ്കിൽ നാം സന്തോഷിച്ചാൽ അവൻ അതിന് പ്രതികരിക്കും, നാം സ്തുതിച്ചാൽ അവൻ പ്രതികരിക്കും, നാം കൊടുത്താൽ അവൻ പ്രതികരിക്കും, നാം കരഞ്ഞാലോ അവൻ പ്രതികരിക്കും. മക്കളെക്കാലത്തി മറിയ സെമിത്തേരിയുടെ വാതിൽക്കൽ നിന്ന് കരഞ്ഞു, യേശു പ്രതികരിച്ചു. സ്ത്രീയെ, നീ കരയുന്നത് എന്താ? കരയുന്നത് കണ്ടാൽ അവൻ പ്രതികരിക്കും, അവന് മനസ്സുരുകും. നീ സന്തോഷിക്കുന്നത് കണ്ടാൽ അവൻ സന്തോഷിക്കും. അവൻ ലാസറിന്റെ കല്ലറയ്ക്കലും പൊട്ടിക്കരഞ്ഞു നമ്മുടെ ദിവസം പറയുന്നത്. അതെ, അവൻ പ്രതികരിക്കുന്നവനാണ്. ഇന്ന് രാത്രി നാം വചനത്തിന് മുമ്പിൽ സന്തോഷിക്കുമ്പോൾ സ്വർഗത്തിൽ എന്ത് നടക്കുകയായിരിക്കും? ആ കർത്താവ് സന്തോഷിക്കുകയായിരിക്കും. ഹല്ലേലൂയ. മറ്റെല്ലാറ്റിനേക്കാളും അധികം വചനത്തിൽ സന്തോഷിക്കുന്ന ഒരുത്തനെ നോക്കി സ്വർഗം ഇന്ന് രാത്രി സന്തോഷിക്കുന്നു. കർത്താവ് സന്തോഷിക്കുന്നവനാണ്. അടുത്ത ചിന്ത, അവൻ സന്തോഷിക്കുന്നവനാണെന്ന് മാത്രമല്ല, നമ്മൾ സന്തോഷിക്കണമെന്ന് അവൻ ആഗ്രഹവുമുണ്ട്. ഒന്നുകൂടെ കൂട്ടി പറയാം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകാം? ഇതാണ് ഇന്നത്തെ പ്രധാന സന്ദേശം. എങ്ങനെ നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കാം? അതാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് വചനത്തിലൂടെ പോകണം. വചനം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പാടില്ല. വചനത്തിനകത്ത് നിന്നുകൊണ്ട് ചില ദൂതുകൾ ഇന്ന് രാത്രി പെറുക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ ഒരു 4-5 കാര്യമെങ്കിലും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിൽ ഒന്ന് ഇവിടെ തന്നെയുണ്ട്. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവും. 2, ഇത് എഴുതിയിരിക്കുന്നത് അതിനു വേണ്ടിയാ. അപ്പൊ ദൈവത്തിന്റെ വചനത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവും. 3, യഥാർത്ഥ സന്തോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവും. 4, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം മാത്രമേ. പരിശുദ്ധാത്മ നിറമാണ് സന്തോഷത്തിന്റെ പൂർണ്ണത. ഇങ്ങനെ നാം ഓരോന്നോരോന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, യേശുവിന്റെ സന്തോഷം നമ്മളിൽ ഇരുന്നാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാവും. എന്താണ് ഇതിന്റെ അർത്ഥം? അവിടേക്കാണ് പ്രധാന ചിന്ത. യേശുവിന്റെ സന്തോഷം നമ്മളിൽ ഇരിക്കണം. കൊലോസ്യർ വാക്യമുണ്ട്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ ഇരിക്കട്ടെ, നിങ്ങളിൽ വാഴട്ടെ. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാകണം. ഒന്നുകൂടെ പറയാം, എന്റെ സന്തോഷം നിങ്ങളുടെ ലക്ഷ്യമാകണം. എന്റെ സന്തോഷം നിങ്ങളെ കൺട്രോൾ ചെയ്യണം. എന്റെ സന്തോഷം നിങ്ങളെ ചലിപ്പിക്കണം. എന്റെ സന്തോഷമായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം. അങ്ങനെ വന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? യേശുവിനെ സന്തോഷിപ്പിക്കണമെന്നുള്ള ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവും. വേറൊരു ഭാഷ പറഞ്ഞാൽ, കർത്താവിനെ സന്തോഷിപ്പിക്കണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്നുള്ളത് അവന്റെ ആഗ്രഹമായി മാറും. എത്രയും മനോഹരമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം? അതാണ് നമ്മൾ അറിയേണ്ടത്. കർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം? ആരെയും കുറ്റം പറയത്തില്ല. എന്നാൽ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ അനേക കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. അതിലേതെങ്കിലും കൊണ്ട് ദൈവം സന്തോഷിക്കുമോ എങ്കിൽ നമുക്കത് ചെയ്യാം. മെഴുകുതിരി നല്ലൊരു സാധനമാണ്. അതുകൊണ്ട് ദൈവം സന്തോഷിക്കുമെങ്കിൽ ഞാൻ 1 ലോറി മെഴുകുതിരി ഇന്ന് രാത്രി കത്തിക്കാം. കാരണം എനിക്ക് കർത്താവ് സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, പടക്കം ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു ഒരു ടണ്ണായിക്കോട്ടെ പൊട്ടിക്കാം. ദൈവം സന്തോഷിക്കുമെങ്കിൽ
എന്നാൽ ഇതിനകത്ത് പ്രശ്നം എന്നാണെന്നറിയാമോ? ഇന്ന് പകലിൽ ദൈവം തമ്പുരാൻ ഈ മുകളിൽ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം. ലോകം മുഴുവനുള്ള മനുഷ്യർ അതിന്റെ വെട്ടം കാണണം. ഒറ്റ പകൽ അത് സൃഷ്ടിച്ചവനെ നമ്മൾ എങ്ങനെ തിരി കൊടുത്ത് വിളക്ക് കൊടുത്ത് പ്രസാദിപ്പിക്കും? ന്യായമായി ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ മഴക്കാലത്ത് തമ്പുരാൻ പൊട്ടിച്ച പടക്കം, ഒരു ഇടി, ഒരെണ്ണം മതി ഒരു നാട് നടുങ്ങാൻ. ഈ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ ശബ്ദം കൊണ്ട് പറ്റുമോ? അപ്പൊ ഇതെല്ലാം സത്യങ്ങളല്ലേ, സത്യങ്ങൾ, ആരെ കുറ്റം പറയുന്നില്ല. അപ്പൊ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഏതെങ്കിലും ഒരു മാർഗം നിങ്ങൾക്കറിയാമെങ്കിൽ എന്നോട് പറയൂ, ഞാനും കൂടെ സഹകരിക്കാം. ദൈവത്തിന്റെ മുഖത്ത്, കർത്താവിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടരാൻ, യേശുവിനൊരു സന്തോഷമുണ്ടാകാൻ എന്തോ ചെയ്യണം. യേശുവിന്റെ മുഖത്തൊരു ചിരി വിടരാൻ, അവന്റെ ഹൃദയം ഒന്ന് സന്തോഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ബൈബിളിലുണ്ടോ? ഉണ്ട്, ബൈബിളിലുണ്ട്, ബൈബിളിലുണ്ട്. കാളയോ ആടോ കോഴിയോ തൈലനദിയോ ഒന്നും എനിക്ക് പ്രസാദമല്ല എന്ന് തമ്പുരാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ എന്താണ് മാർഗം? വായിച്ചോളൂ, ലൂക്കോസ് 15:1 മുതൽ പെട്ടെന്ന് വായിച്ചു. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറയാം. മാനസാന്തരം ആണ് സ്വർഗത്തിൽ സന്തോഷമുണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 വിധത്തിൽ ഇത് ചെയ്യാം. മാനസാന്തരം കൊണ്ട് ആ സ്വർഗത്തിൽ സന്തോഷമെങ്കിൽ കർത്താവ് ഉപദേശി, ഞങ്ങള് 10-15 കൊല്ലം മുമ്പ് മാനസാന്തരപ്പെട്ടു, അപ്പൊ ഇനി സന്തോഷിപ്പിക്കാൻ എന്നാ മാർഗം ഉണ്ട്? വഴി പറഞ്ഞുതരാം, പരിഗണിക്കണ്ട. മാനസാന്തരപ്പെടാത്തവർക്ക് ഇന്ന് രാത്രി മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ സ്വന്തം സന്തോഷിക്കും. മാനസാന്തരപ്പെട്ടവർക്കുള്ള വഴിയുണ്ട്. ഒരാളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ തന്നെ ഒരാളെ ടെലിഫോൺ ചെയ്യണം, യോഗത്തിന് വരാൻ പറയണം. ഈ ടെലിഫോൺ ഡയറക്ടറിക്കകത്ത് 100 നമ്പറുണ്ട്. പഴയ കാലം പോയി SMS അയക്കലായിരുന്നു. ഒരു 100 പേർക്ക് SMS അയക്കും. ചെറുവക്കൽ കൺവെൻഷൻ നഷ്ടമാക്കരുത്, ഡോണ്ട് മിസ് ദ കൺവെൻഷൻ, അടിച്ചുവിട്, വരകാര്യരുത്. ഒന്നായി മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ഒരാളെ മാനസാന്തരത്തിലൂടെ കൊണ്ടുവരിക. ഈ 2 പരിപാടി ചെയ്താൽ സ്വർഗം സന്തോഷിക്കും. സ്വർഗം സന്തോഷിക്കും. എങ്ങനെയുള്ള സന്തോഷമായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെ തന്നെ. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, 1 കാണാതെ പോയി. അവൻ 99 മരുഭൂമി വിട്ടിട്ട് 1 പുറകെ പോയി. ശ്രദ്ധിച്ചു കേൾക്കുക, അവിടെ വായിക്കുന്ന 99 വിട്ടച്ചു പോയതാ. കളഞ്ഞൊന്നുമില്ല, പക്ഷെ അവിടെ അതിനകത്തൊരു മെസ്സേജ് ഉള്ള എന്നാ അറിയുമോ? അതൊരു ബിസിനസ് സ്റ്റെപ്പല്ല, അതൊരു ഇമോഷണൽ സ്റ്റെപ്പാണ്. എന്ന് പറഞ്ഞാൽ ഈ 99-നാണോ മറ്റേനാണോ വില ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ നേരെ എടുത്തില്ല. ഈ രാത്രി ഇതിന്റെ പുറകെ പോയാൽ മുതലാവുമോ ചിന്തിച്ചില്ല. പിന്നെ എന്താ ഇതിന്റെ പുറകില്? ലാഭമല്ല. ആ പോയ ആടിനെ പോലത്തെ 4 എണ്ണത്തിനെ മേടിക്കാനുള്ള ചെലവുണ്ട്. ഇതിന് നന്നാക്കി എടുക്കണം. പകൽ മുഴുവൻ ജോലി ചെയ്ത് രാത്രി പോണെങ്കിൽ ഓവർ ടൈം കൊടുക്കണം.
അവിടെ ഇവിടെ എല്ലാം പഞ്ചറാണ്. ഇനിയിപ്പോ ഇതിനെ ഡോക്ടറോട് വേണം വീട്ടിലെത്തിക്കണം, പിന്നെ മുറിവ് കെട്ടണം, കിടത്തി ചികിത്സിക്കണം, അഡ്മിറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടെ കണക്ക് കൂടി നോക്കിയാൽ ഇത് കച്ചവടം ലാഭമല്ല. ശ്രദ്ധിച്ചോ, ഈ കച്ചവടം ലാഭമല്ല. ലാഭം നോക്കി ഇത് ചെയ്യാൻ പറ്റില്ല. ഈ ഭൂമിയിലെ ലാഭം നോക്കി ഒരു കൺവെൻഷൻ നടത്താൻ പറ്റില്ല, ഒരു ട്രാക്ക് അടിക്കാൻ പറ്റില്ല, ഒരു ബൈബിൾ കോളേജ് നടത്താൻ പറ്റില്ല, ഒരു സൺഡേ സ്കൂൾ നടത്താൻ പറ്റില്ല, ഒരു പുതിയ വേല ആരംഭിക്കാൻ പറ്റില്ല. എന്റെ ഒരു സ്നേഹിതൻ വളരെ മനോഹരമായ പുസ്തകം സാധാരണക്കാർ കൊടുക്കുന്നതിനേക്കാൾ വളരെ വില കുറച്ച് കൊടുക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇതെങ്ങനെ മുതലാകുന്നു? തിരിച്ചെന്നോട് ചോദിച്ചു, കൺവെൻഷൻ എങ്ങനെ മുതലാകുന്നു? ഞാൻ അന്ന് മാനസപ്പെട്ടു. അപ്പൊ ഇത് മുതലാകുന്നുണ്ടോ നോക്കി ചെയ്യേണ്ട കാര്യമല്ല. എന്ത് ചെലവാക്കാമെന്നാ ചിന്തിക്കുന്നത്, എന്ത് കിട്ടുമെന്നല്ല, എന്ത് കൊടുക്കാമെന്നാ ചിന്തിക്കുന്നത്. ഇടയിലോട് ചോദിക്കുക, ഇത് മുതലാവോ? ഇല്ല. പിന്നെന്താ ഇത് പോണത്? ഉത്തരം, നിങ്ങളുടെ മകനാ കാണാൻ പോയതെങ്കിലോ? നിങ്ങളുടെ മകനാ പോയതെങ്കിൽ നിങ്ങൾ അവരുടെ കാശുകൾ എടുക്കുമോ? ഇനിയിപ്പൊ ഇവനെ കൊണ്ടുവന്ന ഇപ്പൊ 12ാം ക്ലാസ് പഠിക്കണം, ഇനിയും കൊണ്ടുവന്ന് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കുന്ന 5 ലക്ഷം, ഫീസ് 10 ലക്ഷം, പുറത്തിറങ്ങി കല്യാണം കഴിക്കും, സ്ത്രീധനിട്ട് പറഞ്ഞ കൂടിപ്പോയി എത്ര കിട്ടും? ഇങ്ങനെ നോക്കിയാണോ കൊച്ചിനെ അന്വേഷിച്ച് പോണത്? ഇത് മുതലാകുമോ നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഇവിടെ ഒരു ഇടയിലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവൻ ബിസിനസ്സുകാരനല്ല, അവൻ ബിസിനസ്സുകാരനല്ല. നിങ്ങളിൽ ഒരാളെ ഈ 50 വയസ്സ് വരെ 60 വയസ്സ് വരെ തമ്പുരാൻ നോക്കിയതിന്റെ ചെലവൊന്ന് കൂട്ടിയാൽ മുതലാവുമോ? നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് വഴിയെ പോകുമ്പോൾ എത്ര ദൂതന്മാരെ നിർത്തിയതുകൊണ്ടാ നീ ഇവിടെ എത്തിയത്? ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായ രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, പകർച്ചവ്യാധികൾ, പിശാചിന്റെ ഉപദ്രവങ്ങൾ, മന്ത്രവാദങ്ങൾ, ആവിചാരങ്ങൾ, ഇതിന്റെ നടുവിലൂടെ ഒരു അപകടവും കൂടാതെ നീ രാത്രിയുടെ എത്തുന്ന പറയിൽ എത്ര ചെലവുകളറിയാമോ? എത്ര ചെലവുകളറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു പരിപാലനം! ഇതൊരു ഗവൺമെന്റ് ചെയ്താൽ എത്ര ചെലവ് വരും? അവിടെ ദൂതങ്ങളുടെ ഭക്തന്മാരുടെ ചുറ്റും പാവരെ വിളഞ്ഞവരെ വിടുവിക്കുന്നു. ഇത് ഭയങ്കര ചെലവാ, ലാഭം നോക്കിയിട്ടല്ല. ആടിന്റെ വിലയേക്കാൾ കൂടുതൽ കാണാതെ പോയതിനെ നന്നാക്കാൻ മുടക്കി. ബിസിനസ് നോക്കിയല്ല ഇത് ചെയ്യുന്നത്, ഇത് സ്നേഹത്തിൽ നിന്നാണ് ചെയ്യുന്നത്. മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ ദൈവത്തിന് ചെലവൊന്നുമില്ല. കേടുവന്ന മനുഷ്യനെ നന്നാക്കിയപ്പോൾ ദൈവത്തിന് വലിയ ചെലവ് കൊടുക്കേണ്ടി വന്നു. ആ വില നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതല്ല. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ഇടയ്ക്കൊരു ദൂത് പറഞ്ഞോട്ടെ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനകത്ത് ലാഭമെന്ന ചിന്ത പാടില്ല. ദൈവപുത്രൻ നിനക്ക് വേണ്ടി തന്ന രക്തത്തിന്റെ വില ഓർത്ത മാത്രം പ്രവർത്തിച്ചുകൊള്ളുക. ഇതിന്റെ കൂലിയും ഇതിന്റെ പ്രതിഫലവും ഇവിടെ വെച്ചല്ല. ഇടയൻ ആടിന്റെ പുറകെ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ടോർച്ച് എടുത്ത് തലയിൽ കെട്ടി ലൈറ്റ് പിടിപ്പിച്ച് പോവുകയാണ്. ഒരു വടിയും എടുത്ത് വനത്തിലൂടെ നടന്ന് വിളിക്കുമ്പോൾ ഒരു ശബ്ദവുമില്ല. വീണ്ടും പോകും, വീണ്ടും വിളിക്കും. അങ്ങനെ ഒടുവിൽ കണ്ടെത്തും. എങ്ങനെ കണ്ടെത്തും? ആട് വീണ് കിടക്കുന്ന കുഴിയിൽ കിടന്ന് ഒന്ന് കരയും. നിങ്ങൾ പറ, ആ ശബ്ദം കേൾക്കുമ്പോൾ ഇടയുടെ ഹൃദയത്തിൽ എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഈ ഇടയനെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഇന്ന് രാത്രിയിലെ വചനത്തോട് പ്രതികരിക്കുക. ഇന്ന് രാത്രിയിലെ ദൈവവചനത്തോട് പ്രതികരിക്കുക. നിന്നെ അന്വേഷിക്കുന്ന ഇടയന്റെ ശബ്ദത്തോട് പ്രതികരിക്കുക. സ്വന്തം ഉടനെ ശബ്ദം വെച്ച് വീണ്ടും പോയി ഒന്നുകൂടെ വിളിക്കും, ഒന്നുകൂടെ കരയും. ഇടയന്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമായി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നീ ദൈവത്തിന്റെ വചനം കേട്ടൊരു ആമേൻ പറഞ്ഞപ്പോൾ, യേശുവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, കർത്താവേ ഞാൻ എന്റെ ജീവിതം നിനക്കായി തരുന്നു എന്ന
എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലുണ്ടായ സന്തോഷം എത്രയോ വലുതാണ്. ആ സന്തോഷം സ്വർഗത്തിൽ നിലനിൽക്കണമെങ്കിൽ 1000 പേരോട് സുവിശേഷം പറ, 10,000 പേരോട് സുവിശേഷം പറ, 1,00,000 പേരോട് സുവിശേഷം പറ. സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ. ചെന്നു ആടിനെ എടുത്തു, മുറിവേറ്റ് ആടിനെ എടുത്ത് തോളിലിട്ടു. കാര്യം നഷ്ടക്കച്ചവടാന്നൊക്കെ പറയുമെങ്കിലും എന്നാ സന്തോഷമാണെന്നറിയാവോ എന്റെ ഹൃദയത്തില്. മുറിവേറ്റ് നിന്നെ ചുമക്കുമ്പോൾ ഇടയുന്ന സന്തോഷമാണ്. എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, സ്നേഹിതരെ അയൽക്കാരെ എല്ലാം വിളിച്ചിട്ട് ഭയങ്കര അനൗൺസ്മെന്റാ. കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിരിക്കുന്നത് എന്നോടുകൂടെ സന്തോഷിപ്പിക്കുന്നു പറഞ്ഞ് ഭയങ്കര ബഹള. അതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ വളരെ ജാൻഷപ്പം ഉത്തരം കിട്ടി. കാണാതെ പോയാൽ ഉടനെ കാട്ടിലോട് തപ്പി പോവുകയല്ല. ഇവർക്ക് അടുത്തടുത്ത് പല പല ആട്ടുതൊഴുത്തുണ്ട്. എല്ലാവരും ഈ തൊഴിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തൊഴുത്തിൽ ഒരെണ്ണം കണ്ടില്ലെങ്കിൽ അടുത്ത തൊഴുത്തിൽ ചൊല്ലും, എൻ്റെ ആട് ഇവിടെ ഉണ്ടോ ചേട്ടാ. അപ്പൊ രാത്രി 10 ആ പുള്ളിയുടെ ഉറക്കം കളഞ്ഞു. ഉടനെ അപ്പുറത്തെ തൊഴുത്തിലെ ആട് ഇതിനകത്തോടെ കൈ ഒപ്പിക്കേ എന്ന് പറയാൻ പറ്റും? ഇല്ല. പിന്നെ എല്ലാവരും എണ്ണി നോക്കണം. വലിയ പണിയല്ല. അയാളെ ഡിസ്റ്റർബ് ചെയ്യും. ഇല്ല, അയ്യോ സോറി ചേട്ടാ കിട്ടില്ല. അടുത്ത തൊഴുത്തിൽ പോയി അവിടെ ഇത് തന്നെ പണി. അപ്പോഴത്തേക്ക് 11 മണി അവരെ ഡിസ്റ്റർബ് ചെയ്തു. അങ്ങനെ ചുറ്റുപാടത്തുള്ള ഒരു 5-6 ഇടയന്മാരെ ഡിസ്റ്റർബ് ചെയ്തു. അവരുടെ ഉറക്കം കളഞ്ഞു. അപ്പൊ ഇറങ്ങുമ്പോ അവരൊരു വാക്ക് പറയും, കിട്ടി അറിയിക്കണേ, കിട്ടിയ ഒരു ബിസ്കോളെങ്കിലും വിട്ടേക്കണേ. അവിടെ പിന്നെ പോവുക. തിരിച്ചു വരുമ്പോ വെറുതെ എന്ന് കിട്ടിയെന്ന് പറയാൻ 1,00,000 കേക്കിന് കൊടുക്കണ്ടേ? ഇതാ പ്രശ്നം. അപ്പൊ ഇതിനെ കിട്ടിയ ചെലവാ, പോവുക ലാഭം, കിട്ടിയ ചെലവാ, പൈസ. അതിനെ ചുമന്നുകൊണ്ട് വന്നു. ഉടൻ തന്നെ സുഹൃത്തുക്കളെല്ലാം അറിയിച്ചു, കിട്ടി 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 വാ, എല്ലാവരും വീട്ടിലോട്ട് പോകും. ഒരു ചെറിയൊരു പ്രോഗ്രാമുണ്ട്. എന്താ കേക്കാണോ എന്നാന്ന് അറിയാമല്ല, ഏതായാലും തീരെ മോശം വരുത്തില്ല. അപ്പൊ ഈ ആടിന്റെ വിലയേക്കാൾ എല്ലാം കൂടുക, എന്നാൽ സന്തോഷം. സ്വർഗത്തിലെ ദൈവത്തിന് സ്വർണം കണ്ട സന്തോഷം വരുമോ? സ്വർണത്തിന് വില കൂടുമ്പോ സ്വർഗത്തിൽ സന്തോഷമാണോ? അല്ല. റബ്ബറിന് വില കൂടുമ്പോഴോ? ഇതൊന്നും അവിടെ വേണ്ടല്ലോ. അപ്പൊ സ്വർഗത്തിൽ സന്തോഷം വരാനായിട്ട് ആണ് നമ്മളെ സൃഷ്ടിച്ചത്. അവന്റെ പ്രമോദം, അതെ, അവൻ നമ്മോട് കൂടിയാ. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. കർത്താവ് സന്തോഷിക്കുന്നത് നമ്മളില്ല. അപ്പോ ആ സന്തോഷത്തിന് വേണ്ടി ദൈവം എന്ത് ചെലവ് ചെയ്യുമെന്ന്, എന്ത് ചെലവ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ സ്നേഹിതരെ ആൾക്കാരെ മരിച്ചുകൂട്ടി കാണാതെ കണ്ടിട്ട് എന്നോടുകൂടെ സന്തോഷിപ്പി എന്നിട്ട് അടുത്ത വാചകം പറയാണ്, അങ്ങനെ തന്നെ. അപ്പോ ഇടയന്റെ സന്തോഷം എങ്ങനെയോ അങ്ങനെയാ യേശുവിന്റെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ ദൈവശബ്ദം കേട്ട് മനസ്സിൽ ഒരു തീരുമാനമെടുത്താൽ സ്വർഗം ഇന്ന് രാത്രി സന്തോഷിക്കും. ഒരു കൈ ഉയർത്തിയാൽ സ്വർഗം ഇന്ന് രാത്രി സന്തോഷിക്കും. ഒരാമൻ പറഞ്ഞാൽ സ്വർഗം ഇന്ന് രാത്രി സന്തോഷിക്കും. ഒരാളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ സ്വർഗം ഇന്ന് രാത്രി സന്തോഷിക്കും. ചെറുമക്കൾ കൺവെൻഷനിൽ ഇന്ന് രാത്രി ദൂത് കേട്ടു, യേശുവിനെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടോ? എന്റെ സന്തോഷം നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം കൊണ്ട് എന്റെ കർത്താവ് സന്തോഷിക്കണം. എന്റെ പാട്ടുകൊണ്ട്, എന്റെ പ്രസംഗം കൊണ്ട്, എന്റെ ശുശ്രൂഷ കൊണ്ട്, എന്റെ വസ്ത്രധാരണം കൊണ്ട്, എന്റെ ജീവിത ശൈലി കൊണ്ട് എന്റെ കർത്താവ് സന്തോഷിക്കണം. ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. അത് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങളുടെ സന്തോഷപൂർവ്വം. അതെങ്ങനെയായ കാര്യം പറയാം. വായിച്ചു മത്തായി 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ആമേൻ. അപ്പോ ഒന്നാമത് ചെയ്താൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഓട്ടോമാറ്റിക്കായിട്ട് ജീവിക്കും. ഇതാ ബൈബിളിന്റെ തത്വം.
ഇനി ഒന്നാമത്തെ ഏതാന്ന് കണ്ടുപിടിക്കാനുള്ളത് പ്രയോറിറ്റി റീസെറ്റ് ചെയ്യുക. മുൻഗണന അഴിച്ചു പണിയുക. ഏതാണ് നിന്റെ മുൻഗണന? യേശുവിന്റെ സന്തോഷം. അതാണോ നിന്റെ മുൻഗണന? എങ്കിൽ നിന്റെ സന്തോഷം അതിന്റെ പുറകെ വരും. അതിന്റെ പുറകെ വരും. പിന്നെ ഒന്നും ചെയ്യണ്ട. ഞാൻ വിശദീകരിച്ചോട്ടെ. ഈ ദൈവം ഇല്ലാത്ത ആളുകൾ കുറവാണ്. പക്ഷെ ദൈവത്തിന്റെ പൊസിഷനാണ് മാറ്റേണ്ടത്. ദൈവം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നിരീശ്വരവാദമൊക്കെ അവരുടെ പ്രശ്നമാണ്. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ പ്രൈസ് ആൻഡ് വർഷിപ്പിനൊക്കെ പോകുന്നുണ്ട്. നല്ല രസമാണ്. ഇപ്പൊ ഈ ദൈവീലൊക്കെ പറഞ്ഞ ചുമ്മാ വീടില്ലാത്ത ഇതുപോലെ വരുന്നു. ധ്യാനത്തിനൊക്കെ പോകുന്നവർക്ക് ഗമയാണ് പറയുന്നത്. അപ്പൊ കാലം മാറി വന്നു. അപ്പൊ അങ്ങനെയാണ് വന്നിരിക്കുക കാലം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ദൈവം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ പൊസിഷൻ അറിയുന്നത് ഒന്നാമതാണോ രണ്ടാമതാണോ മൂന്നാമതാണോ എട്ടാമതാണോ അറിയണം. തെളിയില്ല. ആശുപത്രിയിൽ ഒരാളെ കൊണ്ടുവരുന്നു. ഒന്ന് എക്സ്റേ എടുത്തോണ്ട് പോകും. ഇതുപോലെ ഒരു സ്കാൻ എടുത്തോളാം. അത് കഴിയുമ്പോൾ പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്യണം. ആർക്കും ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് അങ്ങനെ മിഷന്റെ പുറകെ ഇങ്ങനെ നടക്കും. സന്ധ്യയായി വിശ്വസമായി ഒരാഴ്ച കൊണ്ട് കയ്യിലുള്ള പൈസ നിൽക്കാതെ തീരും. അപ്പൊ പറയും വലിയ ഒന്നും കൊണ്ടുപോകും. അപ്പൊ പറയുന്നത് തോന്നുന്നു അയാളുടെ പ്രൊമോഷനാണ്. അല്ല, സംഗതി കുഴഞ്ഞെന്നാ. അങ്ങനെ വെല്ലുവിളി ഇല്ലെന്നു. അവിടെ ഇതേ സ്കാനിങ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് അവർ പറയുക ഇനി കൊണ്ടുപോയി പ്രാർത്ഥിച്ചോ. എന്റെ ചോദ്യം ഇത് നേരത്തെ പറയണ്ടല്ലോ. അപ്പൊ അവർക്ക് കൊണ്ട് പ്രാർത്ഥന എപ്പോഴാ? വെല്ലുവിളി തിരിച്ചു വരുമ്പോ. ഓക്കെ, വിമാനത്തിൽ ഒരു അനൗൺസ്മെന്റ്. നമ്മുടെ വാഹനം അല്പം പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എല്ലാ യാത്രക്കാരും ബെൽറ്റ് ധരിച്ച് റെഡി ആയിരിക്കണമെന്ന് അറിയിക്കും. എല്ലാവരും ബെൽറ്റ് ഇട്ടു. ഉറങ്ങിയിരിക്കുന്നവരെയൊക്കെ വിളിച്ച് ബെൽറ്റ് ഇടിപ്പിച്ചു. നോക്കി ബെൽറ്റുണ്ടോ എല്ലാം റെഡിയായി. ചില കഴിയുമ്പോൾ ഒരു അനൗൺസ്മെന്റിലൂടെ നമ്മുടെ വാഹനം വളരെ പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇനി എന്തായാലും ഒന്നുമില്ല. ഇച്ചിരി കഴിഞ്ഞ ഒരു അനൗൺസ്മെന്റ്, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി പ്രാർത്ഥിച്ചോളാം. ഇത് ആദ്യം പറയാൻ വരെയാണ് എൻ്റെ ചോദ്യം. ഇതാണ് ഉപദേശിമാരും ഇവരുമായിട്ടുള്ള വ്യത്യാസം. ഞങ്ങൾ വീട്ടിൽ നിറഞ്ഞതിന് മുമ്പ് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് വിമാനത്തെ പോകുന്നവരാണ് പ്രത്യേകം പ്രാർത്ഥിച്ചു ഇവിടെ തുടങ്ങുന്നത്. കാരണം ഇത് കൈവിട്ട കളിയില്ല. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷെ ഒടുവിലത് മാത്രം ഒടുവിൽ എല്ലാ പരിപാടി തീർന്നു കഴിയുമ്പോൾ പ്രാർത്ഥിക്കും. നമ്മൾ നേരെ തിരിച്ച തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. ഈ ആശുപത്രിയിലൊക്കെ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. എത്ര അനുഭവങ്ങൾ പറയാൻ നമുക്ക്. തലയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത ഡോക്ടറെ കണ്ടുകിട്ടുന്നവർക്ക് മഹാഭാഗ്യമാണ്. 100 തെളിവ് തരാം. മദ്യം വിജയിച്ചിരിക്കുന്നവരും ഭാര്യയൊക്കെ വഴക്കുണ്ടാക്കിയിരിക്കുന്നതും ഒക്കെ വരും. നമ്മളോട് ഇതെല്ലാം തീർന്നു. സുബോധത്തോടെ ഇരിക്കുന്ന ഒരാളെ നമുക്ക് കിട്ടുന്ന മഹാഭാഗ്യം. അപ്പൊ നിങ്ങൾ ആശുപത്രി പോകണമെന്നല്ല പറയുന്നത്. പോണതിന് മുമ്പ് വലിയ ഡോക്ടറെ കണ്ടെത്തി പോകണമെന്ന്. ഭൂമിയിലുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ മെഷീൻസും എല്ലാ മെഡിസിൻസും തമ്മിൽ ശ്രദ്ധിച്ചതല്ലേ. അതുകൊണ്ട് ദൈവത്തോടൊന്ന് പറഞ്ഞേ പോകാമെന്ന. എത്ര അബദ്ധങ്ങൾ പറ്റും. അതുകൊണ്ട് ഒടുവിലത്തെ പ്രാർത്ഥന ഒന്ന് നിർത്തിയിട്ട് ആദ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങണമെന്നായി പറഞ്ഞു വന്നത്. ദൈവം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പൊസിഷൻ ഒന്ന് മാറ്റണം. നിന്റെ ദൈവം എവിടെയാ? നിന്റെ ദൈവം എത്രാമതാ? അതെനിക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ളത്. അതാണ് സന്തോഷത്തിന്റെ രഹസ്യം. ദൈവത്തിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി. ഇടി വെട്ടുമ്പോ കുരിശ് വരയ്ക്കാത്ത ആളുകൾ വളരെ കുറവാണ്. പക്ഷെ ഇടി വെട്ടുന്നതിന് മുമ്പ് വരയ്ക്കണം. അതാ ബാക്കി. അപ്പോ കാര്യങ്ങളെ ഉള്ളതുപോലെ മനസ്സിലാക്കുക. എല്ലാം പിൻവഴിയിൽ പോയി കഴിയുമ്പോൾ
ദൈവത്തെ വിളിക്കുന്ന വിളിയല്ല യഥാർത്ഥ വിളി. അങ്ങനെ വിളിച്ച കുഴപ്പമൊന്നുമില്ല, പക്ഷെ സന്തോഷപൂർണ്ണമാകില്ല. ഞാൻ ക്ലിയർ ചെയ്യാം. ഉടനെ നിങ്ങളുടെ മനസ്സിൽ അടുത്ത വാക്കി കിട്ടി, കുരിശിലെ കള്ളൻ ഒടുവിലല്ലേ പാസ്റ്ററെ വിളിച്ച്. ശരിയാ, കട്ടിച്ച് പാസ്മാർക്ക് കിട്ടിയെന്നല്ലാതെ സന്തോഷം പോലും പൂർണ്ണമായോ? എന്റെ പല ഇവിടെ തന്നെ എന്നെ സന്തോഷമറിയോ കർത്താവിനെ സ്വീകരിച്ച ഈ ഒടുവിൽ സ്വീകരിക്കാൻ ഇരിക്കരുത് കേട്ടോ. സന്തോഷം പൂർണ്ണമാകണം, സന്തോഷം പൂർണ്ണമാകണം, സന്തോഷം പൂർണ്ണമാകണം. ഒടുവിൽ വിളിച്ചാൽ കേൾക്കുകയൊക്കെ ചെയ്യും. കാരണം ദൈവം നമ്മളെ പോലെ അല്ലല്ലോ. നമ്മളാണ് ചോദിക്കുന്നത് ഇതുവരെ എവിടെയായതുകൊണ്ടാണ്. കർത്താവ് അങ്ങനെ ചെയ്തില്ല, എത്രയോ നല്ല സ്വഭാവം. എന്നാലും ഒടുവിലേക്ക് വെക്കല്ലേ, ഒടുവിലേക്ക് വെക്കരുത് കേട്ടോ, ഒടുവിലേക്ക് വെക്കരുത്. നിന്റെ ദൈവം എവിടെ? നിന്റെ ദൈവം നിനക്ക് എത്രാമത്? ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തോട് ഞാൻ കുലുങ്ങി പോവുകയില്ല. ഹല്ലേലൂയ. എല്ലായ്പ്പോഴും കർത്താവിനെ ജീവിതത്തിന്റെ ഒന്നാം സ്ഥാനത്ത് നിർത്തുക. അപ്പോൾ എന്റെ സന്തോഷം നിങ്ങളുടെ മുൻഗണനയായ ഒന്നാം സ്ഥാനത്ത് വന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ വഴി പറയാൻ പോവാ. രണ്ടാമത്തെ വഴി സമയം ലാഭിക്കാം. 4-ാം സങ്കീർത്തനം 7-ാം വാക്യം. 4-ാം സങ്കീർത്തനം 7-ാം വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആമേൻ. സന്തോഷം പൂർണ്ണമാകാനുള്ള അടുത്ത മാർഗം. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിച്ചറിയണം. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഭൗതിക സന്തോഷം, രണ്ട് ആത്മീയ സന്തോഷം. 51:12 വായിച്ച സങ്കീർത്തനം തന്നെ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരാൻ. അപ്പൊ ഇനി ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. 4-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ നമുക്കത് റബ്ബറിനും കുരുമുളകിനും വില കൂടിക്കൊള്ളാക്കാം. കാരണം നമുക്കിവിടെ ഇപ്പം വീഞ്ഞില്ലല്ലോ. അപ്പൊ അതിങ്ങനെ അങ്ങോട്ട് മാറ്റി, കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഭൗതിക കാര്യങ്ങളിൽ പുരോഗമനം ഉണ്ടാകുമ്പോൾ ഉള്ളതിലും അധികം സന്തോഷം ഈ ദാവീദ് അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ദാവീദ് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം വിവരിക്കാൻ ഒന്നും വിഷമിക്കണ്ട. എന്നാൽ ആ പുള്ളിക്കാരൻ പിന്നീട് പറയുകയാണ്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഈ സാമ്പത്തിക ഭദ്രത കൊണ്ടോ ജോലി കൊണ്ടോ കല്യാണം കൊണ്ടോ മക്കളെ കൊണ്ടോ കിട്ടുന്നതിലും അധികം സന്തോഷം പുള്ളിക്ക് കിട്ടി എന്ന് പറയുന്നത് രക്ഷയുടെ സന്തോഷമാണ്. അത് പോയപ്പോ പുള്ളിക്ക് ഭയങ്കര വിഷമമുണ്ടായി. അപ്പോ യഥാർത്ഥ സന്തോഷം എന്ത്? ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, കർത്താവിനെ സേവിച്ചാൽ ധാന്യം വർദ്ധിക്കില്ലേ? ഉപദേശി ഇഷ്ടം പോലെ വർദ്ധിക്കും. വീഞ്ഞു വർദ്ധിക്കും. പിന്നെ വീട് വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ടാകില്ലേ? ഉണ്ടാവും, കുഴപ്പമില്ല. പക്ഷെ അതിന് വേണ്ടിയാണ് ദൈവത്തെ സേവിക്കുന്നതെന്ന് വന്നാലോ അവിടെയാ പഠിച്ചു. ഇതൊന്ന് ബാലൻസ് ചെയ്ത് പഠിപ്പിക്കാൻ പോവാം. ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ കിട്ടുമോ? കിട്ടും. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ആഴ്ച സഹായം കഴിയുമ്പോൾ ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവർക്കും സാമ്പത്തിക പുരോഗമനം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചിരിക്കുക. കാരണം സാമ്പത്തിക പുരോഗമനം ഉണ്ടായില്ലെങ്കിൽ വല്ല കാര്യം നടക്കും. എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണ്ടേ? നടക്കണം. അപ്പൊ ആളുകളുടെ കയ്യിൽ പുരോഗം പൈസ ഇല്ലെങ്കിൽ മുഖം ആടുന്നേ. സംഗതി എല്ലാം കൊള്ളാം, സ്വതന്ത്രം ഇല്ലെങ്കിലൊക്കെ പറയുമെങ്കിലും പേഴ്സിൽ പൈസ ഇല്ലെങ്കിൽ മുഖം മാറും. എന്നെ ഉറക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ സാമ്പത്തികം വേണം. അപ്പം മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കാവോ? ഇതൊക്കെ ചൊവ്വ നേരെ പഠിക്കണം. അതിനു വേണ്ടിയുള്ള ദൈവസേനയെ അപകടമുള്ളൂ.
ദൈവത്തെ സേവിക്കുന്നവനെ ഇതെല്ലാം പിൻഗമിക്കും. അതിന്റെ തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം, തിരുത്തേണ്ട കാര്യം തിരുത്തുകയും ചെയ്യണം. സാമ്പത്തിക വിഷയത്തിൽ പുരോഗമനം വരാനുള്ള ഒരു വലിയ വിഷയമുണ്ട്. ദശാംശം മോഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതിപ്പോ എത്രയായാലും പറയാതെ നോക്കിയില്ല. സ്വന്തം ഞാൻ നേരത്തെ ഇരുന്ന സഭയിൽ ഒരു സഹോദരൻ എന്നും കടമ, എന്നും പറയും ഇങ്ങനെ പ്രാർത്ഥിക്കണേ, കടമാണേ പ്രാർത്ഥിക്കണേ. സഭയിലെ അച്ഛൻ വിളിച്ചു ചോദിച്ചു, ബ്രദർ ദശാംശം കൊടുക്കുന്നുണ്ടോ? എനിക്ക് ചോദിക്കാനൊക്കെ ഉള്ളൂ. സഹോദരൻ ചോദിച്ചോണ്ട് കുഴപ്പമില്ല. അപ്പൊ പുള്ളി ഒന്ന് പരിക്കും, പരമാർത്ഥിയാണ്, നുണയൊന്നും പറയത്തില്ല. അച്ഛാ ഉള്ളപ്പം കൊടുക്കും. ഇവിടെ ദശാംശം എന്നുള്ളതിന്റെ അർത്ഥം തന്നെ അറിയാവും. ഉള്ളപ്പം കൊടുക്കുന്നു, അതെന്നെ വാക്ക. പുള്ളി പറഞ്ഞു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ ഒരു കാര്യം, രക്ഷിക്കപ്പെട്ട ശേഷം ഇന്ന് വരെയുള്ള ദശാംശം എത്ര എണ്ണം കൂട്ടണം. അതിപ്പോ മൊത്തം കൊടുക്കാൻ പറ്റിയില്ല, അത് ഗണിതമായിട്ട് കൊടുക്കാൻ സമ്മതിക്കണം. ഇനിയുള്ളത് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യണം. ഇതുവരെയുള്ള കുടിശ്ശിക ഗഡുക്കളായിട്ട് അടയ്ക്കുക, ഇനിയുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. ഒരു കൊല്ലം കഴിയുമ്പോൾ വകുപ്പ് മാറുന്നുണ്ട്. മാറിയിട്ടോ, സ്ഥിതി മാറി. ഇപ്പൊ കടമേടിയില്ല. ഒരു സാമ്പത്തിക വിഷയത്തിൽ ബന്ധം വെച്ചോ പറഞ്ഞെന്നുണ്ടെങ്കിൽ ദശാംശത്തിൽ കുടിശ്ശികയുണ്ടെങ്കിൽ അതൊന്ന് കണക്കെടുത്ത് തീർത്തേക്കണം. ഇനിയിപ്പോ അത് കണക്കുമൊക്കെ കയറ്റാൻ മടിയാണ്, സ്വതന്ത്ര പദത്തിലിട്ടു, അല്ലെങ്കിൽ പിന്നെ ഇത്ര നാൾ കൊടുത്തില്ലെന്ന് തോന്നുന്നില്ലേ. എങ്ങനെയും അത് കയ്യിൽ നിന്ന് പോട്ടെ, ദൈവവേലയ്ക്കായിട്ട് പോട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി കൂടെ സാമ്പത്തികം ഉണ്ടാകും. അപ്പോ ഭൗതിക വിഷയത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവണം, ഉണ്ടായേ പറ്റും. അപ്പൊ ഭൗതിക സന്തോഷം സന്തോഷം തന്നെ. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ സന്തോഷം, പക്ഷെ ആ കുഞ്ഞിന് വയറ്റുവേദന വരുമ്പോൾ സങ്കടം. കല്യാണം കഴിയുമ്പോൾ സന്തോഷം, കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു അസുഖം ഒരാൾക്ക് വരുമ്പോൾ സങ്കടം. ഒരു വണ്ടി മേടിച്ചാൽ ആദ്യത്തെ 1-2 ദിവസം ടയറും കൂടെ കഴിഞ്ഞിട്ട് കിടക്കത്തുള്ളൂ. ഒരു 6 മാസം കഴിഞ്ഞ് എന്നാൽ റോഡ് വണ്ടിയുടെ ആകും ഒരുപോലെ ഇരിക്കും. ഇതെല്ലാം ആരംഭത്തിലുള്ള ഈ സന്തോഷം കൂടിയതല്ല. ഒരു ഷർട്ട് ചെന്ന് കടയിൽ നിന്നിട്ട് മേടിക്കുമ്പോൾ സന്തോഷം, ഒന്നിട്ട് കഴിഞ്ഞാൽ ഇത് വേണ്ടതാക്കും. സെക്കൻഡ് തന്നെ പകുതി വില കിട്ടത്തില്ല, 4 കിട്ടത്തില്ല. അപ്പൊ ഭൂമിയിലെ സന്തോഷം ഇത്ര ഉള്ളതായി പറഞ്ഞു വരുന്നത്. ഭൂമിയിലെ സന്തോഷം ഇത്രേ ഉള്ളൂ. ഭൗതിക സന്തോഷം ഒന്ന് തിരിച്ചറിയണം കേട്ടോ, പ്ലീസ് തിരിച്ചറിയണം. ലോകം തരുന്ന സന്തോഷം നൈമിഷികമാണ്, വെള്ളത്തിലെ കുമിള പോലെയാണ്. വെള്ളത്തിലെ കുമിള പോലെയാണ്. തിരിച്ചറിയണം സുഹൃത്തുക്കളെ, തിരിച്ചറിയണം. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിയിടുന്ന ജനീയ സുഖങ്ങളെന്നെ മാടി വിളിച്ച സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞ് ഞാൻ വരില്ലെന്ന പാട്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാറ്റിലും വലുതായിട്ട് യേശുവിനെ കാണാവോ? ഈ ലോകത്തിലെ എല്ലാറ്റിലും വലുതായിട്ട് യേശുവിനെ കാണാവോ? എന്നാൽ നിന്റെ സന്തോഷം പൂർണ്ണമാകും. ഈ ലോകത്തിലെ മുഴുവൻ സന്തോഷവും ഒരു ദിവസം പോവും. ഈ ലോകത്തിലെ സന്തോഷം ഒരു ദിവസം നിന്നെ വിട്ടുപോകും. എന്നാൽ കർത്താവിനുള്ള സന്തോഷം നിലനിൽക്കും. സ്വന്തം കർത്താവിനുള്ള സന്തോഷം, കർത്താവിനുള്ള സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോ അവർക്കുണ്ടായതിലും അധിക സന്തോഷം. ഭൗതികതയേക്കാൾ വലിയൊരു സന്തോഷം ആത്മീയതയിലുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് തിരിച്ചറിയാം. അത് തിരിച്ചറിഞ്ഞാൽ സന്തോഷം പൂർണ്ണമാകും. അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ സന്തോഷം പൂർണ്ണമാകില്ല. അത് തിരിച്ചറിയണം. ലൂക്കോസ് 10:20 ഇങ്ങനെ വായിക്കുന്നു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയത്രേ സന്തോഷിപ്പീ. സ്തോത്രം. സ്വർഗത്തിൽ പേരെഴുതിയതിൽ സന്തോഷിക്കുക. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം ഒരു ലേഖനമുണ്ട്, ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയതാ. അപ്പോസ്തലൻ ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയതാ. അതിനകത്ത് 15 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു സന്തോഷിപ്പീ, സന്തോഷിപ്പീ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, സന്തോഷിപ്പീ. അങ്ങനെയാണെങ്കിൽ പൗലോസേ എന്തോ കണ്ടിട്ടാ താനീ സന്തോഷിക്കുന്നേ? ജയിലിൽ കിടന്നിട്ടോ? ഫുഡ് എങ്ങനെയുണ്ട്? ഗുണമില്ല. ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ഗുണമില്ല. എയർ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ആ സാധനം ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ
കർത്താവിൽ. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രസംഗമായിട്ടല്ല, ഇത് ഒരു ദൂതായി നിങ്ങളുടെ ഉള്ളിലോട്ട് ഇറങ്ങണം. ഇന്ന് രാത്രി നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരണം. ലോകത്തിലുള്ള എല്ലാറ്റിലും അധികം കർത്താവിൽ സന്തോഷിക്കാൻ കഴിയണം. ലോകത്തിലുള്ള എല്ലാറ്റിലും അധികമായി യേശുവിൽ സന്തോഷിക്കാൻ കഴിയണം. അപ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. കർത്താവിൽ സന്തോഷിക്കുക, ഇത് വളരെ ശ്രേഷ്ഠമായ അനുഭവമാണ്. ഹബക്കൂക്കിന്റെ പുസ്തകം എടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, ഗ്രഹിക്കേണ്ടതാണ്. 3:17. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അപ്പൊ ഒരാളെന്നോട് ചോദിച്ചു, പാസ്റ്ററെ, അപ്പം വിശ്വാസി വന്നാൽ ഉടനെ അത്തിവൃക്ഷം നശിച്ചു പോകും അല്ലേ? മുന്തിരിവള്ളി ഉണങ്ങി പോകും, കന്നുകാലിയുടെ ഇടപാട് തീരും എന്നാണോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? അത് പോവർട്ടി ഗോസ്പൽ, മറ്റേതോ പ്രോസ്പെരിറ്റി. ഇത് രണ്ടും അപകടമാണ്. രണ്ടിന്റെ ഇടയ്ക്കൂടെ പോണം. അതിവൃക്ഷം കൊണ്ട് പോകണം നല്ലല്ലോ നമ്മുടെ ആഗ്രഹം. അതിവൃക്ഷത്തിന് രണ്ടു കാര്യം കൂടെ ഉണ്ടാകാനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. അതോടുകൂടെ യോഗത്തിൽ പോക്ക് നിർത്തുകയും ചെയ്യും. ഇതാ വ്യത്യാസം. അഥവാ അങ്ങനെ സംഭവിച്ചാലും, അഥവാ അങ്ങനെ സംഭവിച്ചാലും, അഥവാ അങ്ങനെ സംഭവിച്ചാലും അത് എന്റെ സന്തോഷത്തെ ബാധിക്കത്തില്ല, അത് എന്റെ ആരാധനയെ ബാധിക്കത്തില്ല, അതെന്റെ സന്തോഷത്തെ ബാധിക്കത്തില്ല, അതെന്റെ സുവിശേഷതയെ ബാധിക്കത്തില്ല, അതെന്റെ സ്തുതിയെ ബാധിക്കത്തില്ല, അതെന്റെ പ്രാർത്ഥനയെ ബാധിക്കത്തില്ല. ശരിയാണോ? 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 ഈ പന്തലിൽ എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? നമുക്ക് അങ്ങനെ വരരുത്. ആർക്കും അനർത്ഥമോ അപകടമോ വരണം എന്നല്ല ഈ പറഞ്ഞു വരുന്നത്. അഥവാ കാലാവസ്ഥ തിരിഞ്ഞടിച്ചാലും, അഥവാ ചുഴലിക്കാറ്റ് തിരിഞ്ഞടിച്ചാലും, അഥവാ രോഗത്തിന്റെ കൊടുങ്കാറ്റിന്റെ വീട്ടിലേക്ക് വന്നാലും, അഥവാ ഇരുട്ടിലൂടെ ചില മാസങ്ങൾ നടക്കേണ്ടി വന്നാലും, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. തെറ്റിദ്ധാരണയുടെ കരിനിഴലിൽ ചില മാസങ്ങൾ നടക്കേണ്ടി വന്നാലും, അപമാനത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് ചില ആണ്ടുകൾ കഴിക്കേണ്ടി വന്നാലും, സാമ്പത്തിക ടൈറ്റോടുകൂടെ ചില വർഷങ്ങൾ തള്ളി നീക്കേണ്ടി വന്നാലും, നീതി കിട്ടാതെ ചില കാലങ്ങളിൽ നീ വിഷമിക്കേണ്ടി വന്നാലും, നിന്റെ ന്യായം ആരും അംഗീകരിക്കാതെ വന്നാലും, നിനക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടാതെ പോയാലും, നിനക്ക് ലഭിക്കേണ്ട മാന്യത ലഭിക്കാതെ പോയാലും, യേശുവിൽ സന്തോഷിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. യോബ് പറഞ്ഞു, എന്റെ തൊക്കിങ്ങനെ നശിച്ചാലും എന്റെ പ്രതീക്ഷ നശിക്കത്തില്ല, എന്റെ കൊക്ക് നശിച്ചാലും എന്റെ പ്രതീക്ഷ നശിക്കത്തില്ല, എന്റെ സ്വത്ത് നശിച്ചാലും എന്റെ പ്രതീക്ഷ നശിക്കത്തില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നാലും എന്റെ പ്രതീക്ഷ നശിക്കുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ തിരമാല അധികകാലം നിൽക്കത്തില്ല. കുറിച്ചിട്ടോ, ഈ തിരമാല അധിക ദിവസം നിൽക്കത്തില്ല. അത് വന്നതുപോലെ തിരിച്ചു പോകും. നിന്റെ സന്തോഷം തിരികെ വരും, നിന്റെ സന്തോഷം തിരികെ വരും. Hallelujah.
2001 ഞങ്ങളുടെ അപകടം കഴിഞ്ഞപ്പോ പിശാച് പറഞ്ഞു, ഇനി നീ പ്രസംഗിക്കുകയില്ല, ഇനി നീ ബൈബിൾ വായിക്കത്തില്ല, ഇനി നീ ഡ്രൈവ് ചെയ്യത്തില്ല. ഡ്രൈവ് ചെയ്യുകയെന്ന് എന്റെ മനസ്സ് പറഞ്ഞാൽ വിമാനം ഒഴിച്ചെല്ല വണ്ടി ഓടിക്കും. ഇപ്പോഴും നിങ്ങൾക്കുള്ളതിന്റെ നേരെ പകുതി കാഴ്ച ഓടിക്കും. എന്റെ സന്തോഷം പോയില്ല, എന്റെ സന്തോഷം പോയില്ല. നന്നായിട്ട് കൂടുതലാണ് ചെയ്തത്. 2 കണ്ണും കൊണ്ട് നോക്കിയപ്പോ കാണാത്ത പല മർമ്മങ്ങൾ ഇപ്പൊ കാണുക. പിശാച് ലജ്ജിച്ചു പോയി, പിശാച് ലജ്ജിച്ചു പോയി. നിന്റെ സന്തോഷം കളയരുത്, നിന്റെ സന്തോഷം കളയരുത്. ഇന്ന് രാത്രി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി സന്തോഷിക്കാൻ തുടങ്ങിക്കോ. ഒടിയപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവർ ആനന്ദിച്ചു തുടങ്ങി. പെന്തക്കോസ്താളിൽ അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ചെറുക്കൽ കൺവെൻഷനിൽ സന്തോഷം തീരുകയല്ല, സന്തോഷം തുടങ്ങുകയാണ്. വ്യക്തികളുടെ സന്തോഷം കൂടട്ടെ, കുടുംബങ്ങളുടെ സന്തോഷം കൂടട്ടെ, കുഞ്ഞുങ്ങളുടെ സന്തോഷം കൂടട്ടെ, സഭകളുടെ സന്തോഷം കൂടട്ടെ, ദേശത്തിന്റെ സന്തോഷം കൂടട്ടെ. യേശുവിന്റെ നാമത്തിൽ. എറണാകുളം സംഘടനയിൽ പ്രസംഗിച്ചു. ഒരു ദൈവദാസന്റെ ഭാര്യ മുന്നോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, തലേ കൈവച്ച് പ്രാർത്ഥിക്കണം, എന്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. പേരുന്നാൾ പറയുന്നില്ല. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാൻ ആർക്ക് വേണമെങ്കിലും നഷ്ടപ്പെടാം. ഭൗതികത്തിന്റെ പുറകെ ഓടി, ലോകത്തിന്റെ പുറകെ ഓടി, പാപത്തിന്റെ പുറകെ ഓടി കർത്താവിൽ സന്തോഷിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു വിടുതലുണ്ടാകട്ടെ. ഞാൻ ഈ ശുശ്രൂഷയെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലര് നന്നായി സന്തോഷിക്കും, ചിലര് ആരോട് പിണങ്ങിയിരിക്കും. അടുത്ത എവിടെ മനസ്സിലായി പിണക്കൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് ഏതാണ്ട് പറ്റിക്കിടക്ക. അങ്ങനെയായി ഇനിയിപ്പോ മാറ്റാൻ വിഷമാണ്. അതുകൊണ്ട് നിന്റെ അടുത്തിരിക്കുന്ന ആള് അനങ്ങാപ്പാറ മയമാണെങ്കിലും നീ വിഷമിക്കണ്ട, നീ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. എന്റെ ഭാര്യ വാഴ്ത്തിയില്ലെങ്കിൽ ഞാൻ വാഴ്ത്തും, എന്റെ മക്കൾ വാഴ്ത്തിയില്ലെങ്കിൽ ഞാൻ വാഴ്ത്തും, എന്റെ അടുത്തിരിക്കുന്നവർ വാഴ്ത്തിയില്ലെങ്കിൽ ഞാൻ വാഴ്ത്തും. ഞാൻ എപ്പോഴും ആനന്ദിക്കും. ദൈവജനത്തിന്റെ സന്തോഷത്തെ തടയുന്ന പിശാചിന്റെ ആയുധങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനകത്ത് നിർവീര്യമാക്കുന്നു. ദൈവജനത്തിന്റെ സന്തോഷത്തെ കെടുക്കുന്ന ദുഷ്ടന്റെ കോടികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനകത്ത് നിർവീര്യമാക്കുന്നു. വർഷങ്ങളായി കുടുംബങ്ങളിലെ സന്തോഷം കവർച്ച ചെയ്തിരിക്കുന്ന ദുഷ്ടന്റെ കോടികൾ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് അഴിയട്ടെ, 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 അഴിയട്ടെ. ഓ ജീസസ്. ഞങ്ങളുടെ ആഗ്രഹവും ദൈവത്തിന്റെ ആഗ്രഹവും കുറെ പേര് സന്തോഷിക്കാനല്ല. എല്ലാവരും ഒരറ്റം മുതൽ മറ്റേറ്റം വരെ റോഡിലൂടെ പോകുന്നവരിലേക്ക് സന്തോഷത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഇതിനകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് പ്രതീക്ഷിക്കുന്നു. നിന്നെ കെട്ടിയിട്ടുള്ള എന്റെ ദൈവമല്ല, ചെറുത്താന അവന്റെ കെട്ടില്ലാത്ത അഴിക്കുകയോ.
റോമർ 14:17 ഇങ്ങനെ പറയുന്നു, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, അത് സമാധാനമാണ്, സന്തോഷമാണ്. അത് സന്തോഷമാണ്. ദൈവരാജ്യം സന്തോഷമാണ്. എങ്ങനെയുള്ള സന്തോഷം? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അപ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നമ്പർ 1, യേശുവിന്റെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് വരണം. അഥവാ മാനസാന്തരപ്പെടുക, മറ്റൊരാളെ മാനസാന്തരത്തിലേക്ക് നടത്തുക. ഇത്രയും ചെയ്ത് നോക്കാം. വിവരിക്കാം. സൈക്കോളജി പറയുന്നു, ദുഃഖം ഷെയർ ചെയ്താൽ പകുതിയാവും, സന്തോഷം ഷെയർ ചെയ്താൽ ഇരട്ടിയാവും. ഇവിടെ പറയാം, ദുഃഖം ഒരാളോട് പറഞ്ഞാൽ നേരെ പകുതിയാവും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ചോദിക്കണം, എല്ലാവരോടും പറയരുത്, പത്രത്തിലിടാത്തവരോട് പറയണം. സന്തോഷമോ? സന്തോഷം ആരോട് വേണ്ടി പറഞ്ഞു? വലിയ അസൂയയില്ലാത്തവരോട് പറയുമ്പോൾ ഇരട്ടിയാവും. അപ്പൊ നിങ്ങൾ സന്തോഷം പൂർണ്ണമാണെങ്കിൽ കർത്താവ് രക്ഷിച്ച കാര്യം പറയണമെന്നേ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കാര്യം പറയണമെന്നേ, പൊട്ടിയ കാര്യം പറയണമെന്നേ, മന്ത്രവാദത്തിന്റെ കയർ അഴിച്ച കാര്യം പറയണമെന്നേ. അങ്ങനെ മാനസാന്തരപ്പെടുക, മറ്റൊരാൾക്ക് സാക്ഷ്യം പറയും. സന്തോഷത്തിന്റെ യഥാർത്ഥ വശം അറിയുക. സന്തോഷത്തിന്റെ യഥാർത്ഥ വശം അത് ഭൗതികതയല്ല. ഭൗതികത വരും പോകും, ആരോഗ്യം വരും പോകും, സമ്പത്ത് വരും പോകും. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കർത്താവ് നീക്ക് പോക്ക് തരും. എന്നാൽ അതൊന്നും എന്റെ സന്തോഷത്തെ ബാധിക്കില്ലെന്ന് പറയാവോ? ഇന്ന് രാത്രി ഇവിടെ ഇരുന്നോണ്ടെന്ന് പറയാവോ? ഈ ലോകത്തിലെ ഒന്നിനും എന്റെ സന്തോഷത്തെ കെടുത്താൻ പറ്റില്ല. ഒന്ന് പറയാമോ? നിങ്ങൾ തന്നെ ഒന്ന് പറയാമോ? എന്നാൽ വ്യത്യാസത്തോടെ മടങ്ങിപ്പോകും. ചേഞ്ച് ഉണ്ടാകും. എന്റെ സന്തോഷത്തെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ലോകത്തിലെ സമ്പത്തും കാര്യങ്ങളൊക്കെ വലിയ പോവുകയും ചെയ്യും. അതിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട. കർത്താവിൽ സന്തോഷിക്കുവാൻ തുടങ്ങണം. ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? സന്തോഷത്തിന്റെ രഹസ്യം 4ാമത്തെ കാര്യം ഞാൻ പറയുക, വചനത്തിൽ സന്തോഷിക്കാം. അതെങ്ങനെയാ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വചനത്തിൽ സന്തോഷിക്കണം. സങ്കീർത്തനം 19 ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് തന്നെ എഴുതിയിരിക്കുക. 119 മുഴുവൻ തന്നെ കുറിച്ച് എഴുതിയിരിക്കുക. വചനത്തിൽ സന്തോഷിക്കുക. ഇന്ന് രാത്രി നാം സന്തോഷിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അതെ, നിങ്ങൾ സന്തോഷിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. എന്നാൽ നീ സന്തോഷിക്കരുതെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്. അവന്റെ പേര് പിശാച്. അവനെ കുറിച്ച് ബൈബിളിൽ വായിക്കുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കടൽ വന്നത്. നമ്മുടെ കുടുംബത്തിലെ സന്തോഷം മോഷ്ടിക്കാൻ, അറുക്കാൻ, മുടിക്കാൻ, അനർത്ഥമുണ്ടാക്കാൻ, കൊലപാതകം ചെയ്യാൻ, നശിപ്പിക്കാൻ, ഉപദ്രവിക്കാൻ, ഇല്ലായ്മ ചെയ്യാനാണ് പിശാച് വന്നത്. എന്നാൽ നീ സന്തോഷിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, വളരെ ആത്മാർത്ഥതയോടെ പറയാം, നാം സന്തോഷിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ സന്തോഷം ലോകത്തിന് ആർക്കും എടുക്കാൻ പറ്റുന്നില്ല. യോഹന്നാൻ 16 ഇങ്ങനെ വായിക്കുന്നു. 16-15 താഴ്ത്ത് വായിച്ചു വരുമ്പോൾ, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുക്കുകയില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ലോകത്തിന് തരാനോ എടുക്കാനോ കഴിയാത്ത സന്തോഷമാണ് യേശു തരുന്നത്. ഇന്ന് രാത്രി ആ സന്തോഷത്തിന്റെ കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുവാൻ
നിങ്ങളെ ഒന്ന് സമർപ്പിക്കാമോ? യോഹന്നാൻ 16:24 ഇങ്ങനെ പറയുന്നു, ഇന്നു വരെ നിങ്ങളെ ആയിരത്തേക്ക് വായിച്ചു, ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ സന്തോഷപൂർണ്ണമായുള്ള അടുത്ത മാർഗം പ്രാർത്ഥന. സന്തോഷം പൂർണ്ണമാകാനുള്ള അടുത്ത മാർഗം പ്രാർത്ഥന. പ്രാർത്ഥനയാൽ സന്തോഷം കിട്ടുമോ? പ്രാർത്ഥിച്ചിട്ടുള്ളവരല്ലേ അറിയുള്ളൂ. കൺവെൻഷൻ അനുഗ്രഹത്തിൽ പ്രാർത്ഥിക്കുമ്പോഴല്ല, മൈക്കിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോഴല്ല, പ്രാർത്ഥനയിൽ സമയമെടുക്കുന്നവർക്ക്. അതെങ്ങനെയാണെന്ന് വിവരിക്കട്ടെ. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, എന്നാൽ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. പ്രാർത്ഥന മുറിയിൽ രസിക്കാൻ പറ്റും, എൻജോയ് ചെയ്യുക. അതെങ്ങനെയാ? അന്യഭാഷയിൽ തന്നെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക. അവിടെ വലിയ പവർ ഇറങ്ങി വരും, ഭയങ്കര പ്രസൻസ് ഇറങ്ങി വരും. അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. സന്തോഷം പൂർണ്ണമാകും. 16-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യം വളരെ മനോഹരമാണ്. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും വലത്തുഭാഗത്ത് നിന്ന് പ്രബോധനോദനം വായിച്ചു കിട്ടി. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാ വാക്യത്തിന്റെ അർത്ഥം? കർത്താവ് കാണിച്ചു തരുന്ന വഴിയിൽ നടക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം അറിയാം. കർത്താവിന്റെ സാന്നിധ്യം അറിയുമ്പോൾ അവിടെ സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ എത്ര കാര്യം ഇന്ന് രാത്രി ഞങ്ങളോട് പറഞ്ഞു. ഒടുവിലത്തെ വാക്ക്, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത. എവിടെ? ദൈവ സന്നിധിയിൽ. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് പ്രസൻസ് തെളിയിക്കാം. മറുമലയിൽ യാക്കോബും പത്രോസും യോഹന്നാനും യേശുവും കൂടെ പോയി. പെട്ടെന്ന് പ്രസൻസ് അവിടെ ഇറങ്ങി വന്നു. പ്രസൻസ് അവിടെ ഇറങ്ങി വന്നു. ഈ പത്രോസ് കൂടി പറയാ, ഇനി ഭൂമിയൊന്നും വേണ്ടെന്ന്, ഇനി ഭൂമിയിലൊന്നും വേണ്ട, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. എന്താണ് അവൻ ഈ മാറ്റം വരുത്തിയത്? പ്രസൻസ്, സാന്നിധ്യം, സാന്നിധ്യം, സാന്നിധ്യം. ആ യഥാർത്ഥ പ്രസൻസ് ഇന്ന് രാത്രിയുടെ വെളിപ്പെട്ടാൽ, ആ യഥാർത്ഥ സാന്നിധ്യം ഇന്ന് രാത്രിയുടെ വെളിപ്പെട്ടാൽ നമ്മൾ പറയും ഇവിടെ ഇരിക്കുന്നത് നല്ലത്. സ്വന്തം പോകണ്ടെന്ന് പറയും, പോകണ്ട എന്ന് പറയും. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അതെന്നാ? ക്ഷീണം മറക്കും, ടെൻഷൻ മാറും, ആകുല ചിന്തകൾ മാറും, എല്ലാം മറക്കും. ദൈവ സാന്നിധ്യം സന്തോഷത്തിന്റെ സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിച്ചോ? അനുഭവിച്ചതിനേക്കാൾ ആഴത്തിൽ ഇന്ന് രാത്രി അനുഭവിക്കണം. പരിശുദ്ധാത്മ നിറമാണ് പുതിയ നിയമത്തിൽ സാന്നിധ്യം കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അഭിഷേകത്തെ കുറിച്ച് നിങ്ങൾ ആഴത്തിൽ അറിയണം. പറഞ്ഞാൽ പോരാ, അറിയണം. പരിശുദ്ധാത്മ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരും, ഓരോ വ്യക്തിയിലേക്ക് വരും. ഓരോ വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവരാണ് മാറിയവരെ പോലെയാവും. അവിടെയാണ് സന്തോഷത്തിന്റെ പരിപൂർണമാണ്. നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആളുകൾ പാടുന്ന കൂട്ടത്തിൽ വെറുതെ പാടുകയാണോ? ആത്മാവിന്റെ ശക്തി അനുഭവിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ചില അഭിഷേകം പ്രാപിക്കണം. അപ്പൊ നിങ്ങളുടെ കെട്ടൊക്കെ പൊട്ടും, നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. നിങ്ങളുടെ നിരാശ മാറും, ശാപങ്ങൾ മാറും, സംശയങ്ങൾ മാറും, ഭയങ്ങൾ മാറും. ഊഹം വെച്ച് പറയല്ല. ഈ കഴിഞ്ഞ രാത്രികളിൽ പലയിടത്തും അത് ഞാൻ കണ്ടു. ആളുകൾ പുതുതായിട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് കണ്ടു. ആളുകൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ അവരുടെ സന്തോഷത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, എന്റെ സന്തോഷം നിങ്ങളിലിരിക്കണം.
എന്ന് പറഞ്ഞാൽ യേശുവിനെ സന്തോഷിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ സന്തോഷപൂർണ്ണമാവും. കണ്ണുകളടയ്ക്കാം. യേശുവിനെ സന്തോഷിപ്പിക്കാൻ ഇതിനകത്ത് തീരുമാനിക്കാവോ? കണ്ണുകളടച്ച് ഒന്നൊരു കാര്യം പറയാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്. എൻ പ്രിയനെ ഇപ്പോൾ സുന്ദരനായി ആരോഗ്യാനുലകിൽ എന്ന പാട്ട് നാം ചേർന്ന് പാടി ആരാധിക്കുക. സന്തോഷത്തോടെ മാത്രമേ യോഗം നിർത്താൻ പാടുള്ളൂ. ശ്രദ്ധിച്ചാട്ടെ, കണ്ണുകളടച്ച് ചെവി തുറന്നിച്ചാട്ടെ. യേശുവിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? യേശുവിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി ആദ്യമായിട്ട് യോഗത്തിൽ വന്ന ആരെങ്കിലും ഉണ്ടോ? നോട്ടീസ് കണ്ട്, ഞങ്ങളുടെ പരസ്യം കണ്ട് റോഡിൽ കൂടെ വന്ന ആരെങ്കിലും കയറിയിട്ടുണ്ടോ? യോഗത്തിൽ പുതുതായിട്ട് വന്ന എത്ര പേരുണ്ട്? കണ്ണുകളടച്ചിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, പാപത്തെ വിട്ട് യേശുവിലേക്ക് തിരിയാൻ മനസ്സുണ്ടോ? നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായ ദൈവപുത്രനെ രക്ഷകനാഥനമായി സ്വീകരിക്കാൻ മനസ്സാണോ? മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കാൻ. കാണാതെ പോയ ഒരു ആട് തിരിച്ചു വന്നപ്പോൾ സ്വർഗം സന്തോഷിക്കുന്നത് പോലെ ഇന്ന് രാത്രി നഷ്ടപ്പെട്ട എത്ര പേരുണ്ട് ഇവിടെ? യഥാർത്ഥത്തിൽ യേശുവിലേക്ക് തിരിയുക, പാപവഴികളെ വിടുക. മന്ത്രവാദവും മദ്യപാനവും ദുർനടപ്പും സന്തോഷം തരത്തില്ല. ആരും തരാത്ത സന്തോഷം യേശു തരും. ഇന്ന് രാത്രി യേശുവിലേക്ക് തിരിയുവാൻ എത്ര പേരുണ്ട് ഈ യോഗത്തിൽ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് താല്പര്യമുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ചോ. ഈ കൈകൾ താഴ്ത്തുക. ഞാൻ ചോദിക്കുന്നു, രണ്ടാമത്തെ വഴി കർത്താവിന്റെ സാക്ഷി മറ്റുള്ളവരോട് പറയണം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാർത്ഥിക്കുന്നത് പറയാൻ പോവാ. സുവിശേഷീകരണം ഒരിടത്തും എത്തിയിട്ടില്ല. നമ്മൾ ആകത്തുള്ളവരെ എണ്ണുന്നത്, പുറത്തുള്ളവരെ എണ്ണി നോക്കണം. നമ്മൾ ഹോളിനകത്തെ എണ്ണമായി എടുക്കുന്നത്. നിങ്ങളുടെ പഞ്ചായത്തിലെ എണ്ണം എടുക്കണം, നിങ്ങളുടെ സംസ്ഥാനത്തെ എണ്ണം എടുക്കണം, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ എണ്ണം എടുക്കണം, നിങ്ങളുടെ രാജ്യത്തിന്റെ എണ്ണം എടുക്കണം. 100 കോടി മനുഷ്യരോടാണ് നാം കണക്ക് പറയേണ്ടത്. അപ്പോൾ സ്വർഗത്തിൽ ഒരു ചിരി, സ്വർഗത്തിലൊരു സന്തോഷമാണെങ്കിൽ ഒരു പാവിയെ മാനസാന്തരത്തിൽ തിരിക്കണം. ഒരു പാവി മാനസാന്തരപ്പെടാൻ എന്നൊക്കെ വേണം? ട്രാക്ക് വേണം, ബൈബിള് വേണം, പാട്ടുപുസ്തകം വേണം, കീബോർഡ് വേണം, പാട്ട് പാടുന്നത് വേണം. ഇതൊക്കെ വേണമെങ്കിൽ പ്രധാനം അതല്ല. ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഒരാൾ ഇറങ്ങണം. ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഒരാൾ ഇറങ്ങണം. സ്ത്രീ ആയാലും കുഴപ്പമില്ല, പുരുഷനായാലും കുഴപ്പമില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. സ്ത്രീ ആയാലും കുഴപ്പമില്ല, പുരുഷനായാലും കുഴപ്പമില്ല. ജീവിതത്തിന്റെ മുഴുവൻ ആരോഗ്യവും മുഴുവൻ സമയവും മുഴുവൻ കഴിവും ദൈവരാജ്യത്തിനായിട്ട് സമർപ്പിക്കണം. സുവിശേഷതയ്ക്ക് വേണ്ടി യേശുവിനെ സന്തോഷിപ്പിക്കാനേ വഴിയുള്ളൂ. യേശുവിനെ സന്തോഷിപ്പിക്കാനുള്ള വഴി ശ്രദ്ധിച്ച് കേട്ടോണം. പെൺകുട്ടികളും ആൺകുട്ടികളും ചെറുപ്പക്കാരെ, സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ തീരുമാനം എടുക്കാമോ? കർത്താവിന്റെ പേരിൽ വേണ്ടി സമർപ്പിക്കുമോ? മാതാപിതാക്കൾ പറയാറുണ്ട്, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചത്, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചെന്ന് പറയാറുണ്ട്. ദൈവം എന്നെ അനുഗ്രഹിച്ചെങ്കിൽ എനിക്ക് ഒരു കൊച്ചിനെ ദൈവവേലയ്ക്ക് വിട്ടോ? ഒരു കൊച്ചിനെ ദൈവവേലയ്ക്ക് വിട്ടോ? സ്വർഗം സന്തോഷിക്കണമെങ്കിൽ വെളിയിലേക്ക് ആളുകൾ ഇറങ്ങണം. ആവേശത്തോടെ വേണ്ട. ഒരു നിമിഷം കണ്ണുകൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് രാത്രി ദൈവവേലയ്ക്ക് എത്ര സമർപ്പിക്കും? ആ കൈകളൊന്നും കാണട്ടെ, ഉയർത്തിപ്പിടിക്കാം. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാട്ടെ. ധൈര്യത്തോടെ 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 കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ധൈര്യം നിൽക്കാമോ? നിങ്ങളുടെ സമർപ്പണം നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരട്ടെ. പിശാച് നിങ്ങളെ തോൽപ്പിക്കാതിരിക്കട്ടെ. ധൈര്യത്തോടെ എഴുന്നേറ്റ് സ്വർഗം സന്തോഷിക്കുവാൻ നിങ്ങളുടെ ആയുസ് കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് അതിനുള്ള കഴിവ്, അതിനുള്ള ശക്തി, അതിനുള്ള അധികാരം സ്വർഗം ഇന്ന് രാത്രി തരും. നിങ്ങളുടെ മേൽ അതിനുള്ള പവർ ഇന്ന് രാത്രി സ്വർഗം തരും. യേശുവിനെ സന്തോഷിപ്പിക്കുവാൻ ഇതാ ഒരു മാർഗം. ഒരാളെ മാനസാന്തരത്തിലേക്ക് നടത്തുക. ദൈവത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ നടുവിൽ വെച്ച് ഇവരെടുത്ത ഈ തീരുമാനം സ്വർഗം അംഗീകരിച്ചു
ഇന്ന് തന്നെ വലിയൊരു ആത്മഭാരം, വലിയൊരു അഭിഷേകം ഇവരിൽ വ്യാപരിപ്പിക്കണമേ. നിന്റെ വേലയ്ക്കായി ഒരു വലിയ ദാഹം എന്റെ ഉള്ളിൽ കൊടുക്കണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ, ശക്തിയാൽ നിറയ്ക്കണമേ, കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ.